ഗോപാലേട്ടാ. ഓ, ഹലോ. ആ, ഉണ്ട്. ഇപ്പൊ വിളിക്കാം. കുഞ്ഞേ. ആ, കാര്യം എന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞു. ആ ആ ശരി, ഞാൻ പറയാം. ഓ, കുഞ്ഞേ, ബാംഗ്ലൂരിൽ നിന്നാ കമ്പനിയുടെ കണക്കുകളെല്ലാം വന്നു. നല്ല ലാഭമുണ്ട് അത്രേ. കുഞ്ഞങ്ങോട്ട് ചെന്ന ബോണസിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും സംസാരിക്കാന്ന് മാനേജർ പറഞ്ഞു. ഗോപാലേട്ടാ, ലാഭവും നഷ്ടവും നോക്കിയല്ല ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. അവിടെ എന്ത് ലാഭം കിട്ടിയാലും അത് ജോലി ചെയ്യുന്നവർക്ക് വിധിച്ചു കൊടുക്കാൻ പറഞ്ഞത്. മണി, മണി, ഞാൻ വരുന്നു. വേണ്ട. വേണ്ട. വയസ്സാ, എന്റെ മുതലാളി എവിടെ? മുതലാളി ഉറങ്ങുക. ഇപ്പൊ ഉപദ്രവിക്കണ്ട. ഇന്നലെയും താനിതല്ലേ പറഞ്ഞത്? വർത്തമാനം കേട്ടതൊന്നും തന്റെ അനുവാദം കൂടാതെ ഇവിടെ ആരും ആരെയും കാണരുത്. മണി, രഞ്ജിത്ത് വന്നിരിക്കുന്നു എന്ന് പറ. രഞ്ജിത്ത് സാർ വന്നിരിക്കുന്നു. രഞ്ജിത്ത് സാർ വന്നിട്ടുണ്ട്. താഴെയുണ്ട്. വരാൻ പറ. ചെല്ലാൻ പറഞ്ഞു. അതിന് നിന്റെ ഒന്നും വേണ്ട. മോഹൻ, നീ ഇവിടെ ഇരിക്കായിരുന്നു. ആ, വാ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. ഞാനില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞാലോ? ആ, ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ? വാടാ. വരാനല്ലേ പറഞ്ഞത്? വാടാ. ബോർഡിലേക്ക് ഞാൻ മാറ്റി തരുന്നത്. വാ. ഈ വീട് വിട്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ഒരു പെണ്ണിനെ പ്രേമിച്ചു പോയെന്ന് കരുതി ഇതൊരു സെന്റിമെന്റ് ആയാലോ? ഞാനിപ്പോ വിചാരിച്ചാൽ എത്ര പെമ്പേടെ നിനക്ക് വേണ്ടി ഉറക്കം വെച്ച് കാത്തിരിക്കുമെന്ന് അറിയാമോ? ഞാൻ കാണിച്ചു തരാം. ഈ എന്നോട് വാ. വിമല, ഷേർലി, കമല, വരലക്ഷ്മി, റീത്ത. നോക്ക്, ഇവരെല്ലാരെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ഏയ്, ഏയ്, അത് പറഞ്ഞാൽ പറ്റില്ല. ഇവരാരെയും നിരാശപ്പെടുത്താൻ. നീയാണ് ബെസ്റ്റ്. നീ ഇവരെയും കൂട്ടിയാകത്തു. ചെല്ലേ. ചെല്ലേ, ചെല്ലടാ. ഹായ്. നിങ്ങളത്തിരിക്കാൻ. നോക്ക്, അവൻ ആളൊരു ബാങ്കാണ്. ഇഷ്ടപ്പെട്ട് കിട്ടിയാൽ നിന്റെ ലക്ക്. ഓക്കെ? ഓക്കെ.
ഈ ഊക്കൊന്ന് അഴിച്ചേര്. അല്ല, ഇതാരാ? സുരേഷ് കുഞ്ഞാണോ? എന്താ ഗോപാലേട്ടാ ആകെ ഇരുട്ടായി കിടക്കുന്നു? കറണ്ട് പോയോ? ഒന്നും പറയണ്ട കുഞ്ഞെ, ഈ വീട്ടിലെ വിളക്കണഞ്ഞിട്ട് കുറേ നാളുകളായി. എന്തു പറ്റി ഗോപാലേട്ടാ? ഇനി എന്ത് പറ്റാനാ? ആ, കുഞ്ഞങ്ങോട്ട് കയറിയിരിക്കെ. മോഹൻ എവിടെ പോയി? അറിയില്ല. ഈ നേരത്തെ അവൻ എങ്ങോട്ട് പോയതാ? എവിടെയാണെന്ന് ആർക്കറിയാം. ഇവിടെ ഒരു തെണ്ടി വരാറുണ്ട്. ആ വൃത്തികെട്ടവന്റെ കൂടെ പോയിരിക്കുക. അതാരാ? രഞ്ജിത്ത് എന്നാ പേര്. അവനെ കൊണ്ടുള്ള ശല്യമൊന്നും പറയണ്ട. കുഞ്ഞ് ഈ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ എന്തൊരാശ്വാസമായിരുന്നേനെ. കണ്ടു മടുത്ത് സഹി കെട്ടിട്ട ഞാൻ കുഞ്ഞിന് കത്തെഴുതിയത്. കുഞ്ഞെങ്ങനെയെങ്കിലും എന്റെ മോഹൻ കുഞ്ഞിനെ രക്ഷിക്കണം. ഈ രഞ്ജിത്ത് എവിടെയാ താമസം? ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഇടത്തെ വശത്ത് ഒരു കോളേജില്ലേ, അവിടെ എവിടെയാണുണ്ടാ? ഗോപാലേട്ട പേടിക്കണ്ട, ഞാനിപ്പോ പ്ലീസ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാവോ? എന്നോട് ഇറങ്ങാനോ? അത് പറയാൻ താനാരാ? ഞാനോ? ഡ്രൈവർ, പോണം. ആ
പുറത്തേക്കും കണ്ടുപോകരുത്. ആ എന്താ പോരട്ടെ ഇത്? പറയാം. വീട്ടിലാണെങ്കിൽ വിളക്ക് കത്തിക്കുന്നില്ല, മോഹനാണെങ്കിൽ ഇങ്ങനെ. എന്താ ഗോപലേട്ട, എന്ത് സംഭവിച്ചു? ഇനി സംഭവിക്കാൻ എന്തിരിക്കുന്നു? ഞാനും അറിഞ്ഞത് വളരെ വൈകിയ. കുഞ്ഞെ, മോഹൻ കുഞ്ഞ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. എന്തോ കാരണങ്ങൾ കൊണ്ട് ആ വിവാഹം നടന്നില്ല. അന്നു മുതൽ എന്റെ കുഞ്ഞിങ്ങനെയാ. കുഞ്ഞെ, കുഞ്ഞൊരു കാര്യം ചെയ്താൽ കൊള്ളാം. എന്താ ഗോപലേട്ട? നാളെ കാലത്ത് കുഞ്ഞിനൊന്ന് നേരിട്ട് ഉപദേശിക്കണം. ആ, നീ ഇത്ര വൃത്തികെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പുതിയ കൂട്ടുകെട്ട് കിട്ടിയപ്പോ പഴയതെല്ലാം മറന്നു. ആരാണ് ഈ രഞ്ജിത്ത്? ഇന്നലെ രാത്രി നിന്നെ അവൻ എവിടെയാ കൊണ്ടുപോയത്? അന്തസ്വാഭിമാനം എല്ലാം വലിച്ചെറിഞ്ഞ് ഇങ്ങനെ കണ്ടെടുത്തെല്ലാം കറങ്ങി നടക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ എവിടെ കയറി ഇറങ്ങുന്നു നീ പറയുന്നത്? കുടിച്ച് ബോധമില്ലാതാകുന്നത് ഒരു അനുഗ്രഹമാണ്. പക്ഷെ അത് പുറത്തുള്ള ലോകത്തിനോട് ബാധകമാവണ്ടേ? നോക്കു മോഹൻ, ഞാൻ നിനക്കൊരു അന്യനായിപ്പോയോ? സുരേഷ്, സത്യം അതാണെങ്കിൽ തുറന്നു പറയും. പക്ഷേ അത് കേൾക്കാനുള്ള കരുത്ത് എനിക്കുണ്ടാവില്ല മോഹൻ. ഒരുമിച്ച് കളിച്ച്, ഒരുമിച്ചുറങ്ങി, ഒരുമിച്ചുണ്ട്, ഒരുമിച്ച് വളർന്നവരാണ് നമ്മൾ. ആ കാലമൊന്നും നിനക്ക് ഓർമ്മയില്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? പറയാനുള്ളത് പലപ്പോഴും പറയാനാവുന്നില്ല മോഹൻ. പ്രത്യേകിച്ചും അത് ആത്മാവിന്റെ ശബ്ദമാവും. കാലം മുറിവണക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ മുറുകിയ ബന്ധങ്ങൾക്ക് അയവ് വരുത്താനും കാലത്തിന് കഴിയുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ധാരണകൾ തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖത്തോട് മുഖം നോക്കിയാ. സുരേഷ്, നീ എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെച്ചിട്ടില്ലേ? നീ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നില്ലേ? ആ വിവരം നീ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ഞാൻ എതിർക്കുമെന്ന് വിചാരിച്ചു. നിന്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന എന്നോട് നീ എന്തിനെന്ന് മറച്ചു വെച്ചു? മറച്ചു വെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഒരു കൊള്ളിയാൻ മിന്നിമറയുന്ന വേഗത്തിലാണ് അത് സംഭവിച്ചത്. കണ്ടു, സ്നേഹിച്ചു. ആ സ്നേഹത്തിന് അതിർവരമ്പുകളില്ലായിരുന്നതുകൊണ്ട് അവൾ ഗർഭിണിയായി. അവസാനം അവൾ എന്നെ വിട്ട് എവിടേക്കോ പോയി. അതിൽ പിന്നെ അവളെപ്പറ്റി നിനക്കൊരു വിവരവും കിട്ടിയില്ലേ? ഇല്ല. ഏത് നിമിഷവും ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്നും ഞാൻ അവളുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് നിലയ്ക്കായാലും അവളെ സ്വീകരിക്കാൻ തയ്യാറാണ്. മറിച്ച് എന്നെ വഞ്ചിച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നു എന്നറിഞ്ഞാൽ അവളെ കൊല്ലാനും ഞാൻ മടിക്കില്ല. മോഹൻ, നീ അങ്ങനെയൊന്നും ആലോചിക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കാം. എനിക്ക് ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നിന്നോടൊപ്പം ഇല്ലല്ലോ എന്ന്. ഒരു ക്രിട്ടിക്കൽ മോമെന്റിലാണ് എനിക്ക് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയത്. അതും ക്രൈംബ്രാഞ്ചിലേക്കുള്ള മാറ്റത്തോടും. ദാറ്റ് ഈസ് നൈസ്.
ഞാനും കുറച്ചു ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചാലോ എന്നാലോചിക്കാം. അത് കൊള്ളാം. നീ അറിവതും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാതിരുന്നവൻ. ഞാൻ കഴിയുന്നത് വേഗം നിന്നെ കാണാം. എനിക്ക് ഉടനെ പോണം. അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വരും. ഹലോ മോഹൻ. ഹലോ. അല്ല, ഗോപാലേട്ടൻ എങ്ങോട്ടായി പെട്ടിയൊക്കെ ആയിട്ട് യാത്ര? ഞാനാ പോകുന്നത്. കുറച്ചു ദിവസം ഊട്ടിയിൽ പോയി താമസിച്ചാലോ എന്ന് ആലോചിക്കാൻ. എന്താ, നീ വരുന്നോ? പിന്നെ എനിക്കെന്താ തടസ്സം? പൊയ്ക്കളയാം. എവിടെ ആയാലും എനിക്കൊരുപോലെയാ. കുഞ്ഞെ, ഞാനും കൂടെ വരട്ടെ? വേണ്ട, ഗോപാലേട്ടൻ ഇപ്പൊ വരണ്ട. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഗോപാലേട്ടാ, അവിടെ മരം കോച്ചുന്ന തണുപ്പാ. നിങ്ങൾ ഇവിടെ ഇരുന്നാ മതി. കുഞ്ഞെ എപ്പോഴാ വരിക? എപ്പോഴെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും വരുന്ന സമയം ഞാൻ അറിയിക്കാം. പെട്ടി എടുത്തു വേണ്ടി വരും.